പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാരായണീയ പാഠം നാം തുടരുകയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദൻ്റെ ശ്രീമദ് നാരായണീയത്തിലെ 3-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അധദേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിതേ ചാരുചരിതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരം അഭി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അധ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം അഭി തേ ചാരുചരിതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവക്ഷേത്രപ്രാപ്തൗ കരം തേ പൂജനീയ വിധൗ അഭിജ നയനം ഭവന്മൂർത്യാലോകേ അധ ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണേ ശ്രവണം തേ ചാരുചരിതേ അഭി ധൃതരസം കുരു. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഗുരുവായൂരപ്പനോട് നാരായണ ഭട്ടതിരി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എൻ്റെ ക്ലേശങ്ങൾ മാറ്റി അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ എൻ്റെ പാദങ്ങളെ അങ്ങ് ഉത്സുകങ്ങളാക്കിയാലും, എൻ്റെ കൈകൾ അങ്ങയുടെ പൂജയിലും കണ്ണുകൾ ഭവത് രൂപദർശനത്തിലും എൻ്റെ നാസികകൾ അങ്ങയുടെ ചരണങ്ങളിൽ കിടക്കുന്ന തുളസിയുടെ ഗന്ധം ആസ്വദിക്കാനും എൻ്റെ കർണങ്ങൾ അങ്ങയുടെ കഥകൾ കേൾക്കുന്നതിലും ഉത്സാഹമുണ്ടാക്കി തരണേ. ഇതാണ് മേൽപ്പത്തൂറിൻ്റെ ആഗ്രഹം, അഭിലാഷം. അതാണ് കവി ഇവിടെ അത്യന്തം ഭക്തിയോടുകൂടി ഭക്തിസാന്ദ്രമായി തന്നെ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നത്. നമസ്തേ.